Play fab in yummy chocolate and vanilla crème. സുഖി. എക്സ്ക്യൂസ് മീ, എന്റെ പേര് സുഖി എന്നല്ല സൂരജ്മുഖി എന്നാണ്. ചെങ്ങാതി, തന്റെ ഷർട്ടിന്റെ അകത്ത് ഒരു തേനീച്ച കയറിയിട്ടുണ്ട്. എന്റെ ബർത്ത്ഡേ കേക്ക് മോഷ്ടിക്കുന്നേ. എല്ലാ നാടുകളിലും ഞാൻ ബണ്ടി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ജയിലിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഓടറ ബണ്ടി എന്നാണ് അറിയപ്പെടുന്നത്. അതൊക്കെ വിട്ടേക്ക് ചെങ്ങാതി, ഞാനില്ലേ കൂടെ. നീ എന്താ വല്ല ആശ്രമത്തിൽ നിന്നുമാണ് വന്നത്? നീ എന്റെ തൊട്ടടുത്തുള്ള സെല്ലിലല്ലേ ഉണ്ടായിരുന്നത്? ഇന്ന് എന്റെ കയ്യിൽ ഒരു മൊബൈലുണ്ട്, ബാറ്ററി ഉണ്ട്, സിം ഉണ്ട്. നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? എന്റെ കയ്യിൽ എന്റെ ചാർജർ ഉണ്ടളിയാ. സ്മാർട്ട് ബോയ്, ഇനി നീ എന്റെ പ്ലാനിലെ ബാഡ് ബോയ്. ഇനി മുതൽ നമ്മുടെ മോഷണമെല്ലാം ഈ എണ്ണ തേച്ചുകൊണ്ടായിരിക്കും. അതായത് അഥവാ നമ്മളെ നാട്ടുകാരെ പിടിച്ച് തല്ലിയാൽ കൂടെ ഒരു മസാജ് കൂടിയാവും, അതല്ലേ അളിയന്റെ ഉദ്ദേശം? വെരി ബാഡ് ബോയ്. നീ സംസാരിച്ചാൽ മൊത്തം ബോർ ബോയ്. ശരീരത്തിൽ എണ്ണ തേച്ചു കഴിഞ്ഞാൽ അത് വഴുക്കുന്നത് കൊണ്ട് ആർക്കും നമ്മളെ പിടിക്കാൻ കഴിയില്ല. മനസ്സിലായോ? ഇന്നെന്റെ കയ്യിൽ വെണ്ണയുണ്ട്, പാലുണ്ട്, തൈരുണ്ട്. നിന്റെ കയ്യിൽ എന്തോന്നുണ്ട്? എന്റെ കയ്യില് പശുവില്ലേ അളിയാ, അത് തരില്ലേ ഈ പാലും തൈരും വെണ്ണയും മോരും ഒക്കെ? ഓ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. അവൻ വീണ്ടും ജയിച്ചു. വരൂ, നമ്മുടെ മോഷണം ഇനി വെറൈറ്റി ആയിരിക്കണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? വേണ്ട. ഓക്കെ, നീ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഏതായാലും ചോദിച്ചേക്കാം. ഒരു കാറിൽ 2 പേര് ഇരിപ്പുണ്ട്. ഒരാളുടെ പേരാണ് അറിയാം, മറ്റേയാളുടെ പേരാണ് അറിയില്ല. അറിയാൻ കാറിൽ നിന്ന് ഇറങ്ങി സമൂസ മേടിക്കാൻ പോയി. അപ്പൊ കാറിൽ ബാക്കി ആരോ ഉള്ളേ? അറിയില്ല. അപ്പൊ ഇത്ര എളുപ്പത്തിലുള്ള ചോദ്യത്തിന്റെ ഉത്തരം നിനക്ക് അറിയില്ലേ പോപ്പട്ടെ? എനിക്കറിയാന്ന്. അറിയാൻ കാറിൽ നിന്ന് ഇറങ്ങി സമൂസ മേടിക്കാൻ പോയെന്ന് പറഞ്ഞില്ലേ ഞാൻ? അപ്പൊ പിന്നെ അവനെങ്ങനെയാ കാറിനകത്തുണ്ടാവുക? അറിയാം, സമോസ മേടിക്കാൻ പോയിരിക്കുക. അത് എനിക്കും അറിയാവുന്നതാണ്. പക്ഷെ കാറിന്റെ അകത്ത് ആരാ ഇപ്പൊ ഉള്ളത്? കാറിനകത്ത് ആരാ ഉള്ളതെന്ന് അറിയില്ലെന്നാ പറഞ്ഞതാ. നിങ്ങളോട് എത്ര പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ശരി, എന്നാ ഇത് പറ, ഇപ്പൊ സമൂസ മേടിക്കാൻ പോയില്ലേ, അതാരാണ്? അതറിയാം. എന്നാ പിന്നെ പറഞ്ഞൂടെ? ഇവനെ കൂടെ കൂട്ടിയ ഒരേ ഒരു പ്രശ്നം ഇതാണ്, തലയ്ക്കകത്തൊന്നും ഇല്ലാത്തോണ്ടേ ഇവരെ കേട്ടിട്ട് ഒരു ഘോഷയാത്ര തന്നെ ആയിരിക്കും. ഗുഡ് ബൈ. ഇവൻ ഐസ്ക്രീമിനോട് അത്യാർത്ഥിയേ ഇല്ല. അതവൻ കണ്ണട വെക്കാത്തോണ്ട് തോന്നതാ. എന്റെ വീട്ടിലെ പൂന്തോട്ടം മുഴുവൻ കാടാ. ഇന്നെന്റെ ബർത്ത്ഡേന് ഞാൻ വാങ്ങിച്ചതാണ് ഈ പേട. അടി കൈ. സ്മാർട്ട് ബോയ്, എനിക്ക് പേട വളരെ ഇഷ്ടമാണ്. ബാഡ് ബോയ്. ഇതാ പണ്ടു കൗളുമല്ലേ? നാട്ടിലുള്ള പശുക്കളെല്ലാം മോഷ്ടിച്ച് മാർക്കറ്റിൽ കൊണ്ട് വിറ്റതിന് കോടതി വരെ ശിക്ഷിച്ചതല്ലേ? ഇവന്മാര് ജയിലിൽ ചാടിയതായിരിക്കും. ഇവന്മാരെ പിടിക്കണം. പക്ഷെ അവരുടെ ശരീരത്തിൽ മുഴുവൻ എണ്ണയാണ്. അതിനവര് മനുഷ്യരല്ലേ, അവരുടെ മേത്തുനിന്ന് എങ്ങനെ എണ്ണ കിട്ടുക? അയ്യോ എന്റെ ഹണി, അവരെ പിടിക്കാതിരിക്കാൻ വേണ്ടിട്ട് മേത്ത് എണ്ണ തെച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും നാട്ടിലും ഞാൻ അജിത്ത് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ നിന്റെ പേര് ബണ്ടിയാണല്ലോ. അത് റിയൽ ഐഡിയിലല്ലേ? ഫേക്ക് ഐഡിയയില് അജിത്ത് എന്നാണ് അറിയപ്പെടുന്നത്. നിനക്ക് ചേട്ടനെ പറ്റി അറിയാഞ്ഞിട്ടാ? ഒരു കോള് ചെയ്താൽ മതി, 10 പേര് ഇവിടെ വന്നേക്കും. മനസ്സിലായോ? ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ 12 പേരായിരിക്കും വരുന്നത്. വിശ്വാസം വരുന്നില്ലെങ്കിലേ എന്റെ മൊബൈൽ ഒന്ന് റീചാർജ് ചെയ്ത് നോക്കുക. അപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. റീചാർജ് ചെയ്തു, ഇനി വിളിക്ക്. ആരും വരില്ല. എന്റെ മൊബൈല് റീചാർജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ ഞാൻ. സ്മാർട്ട് ബോയ്, ബുദ്ധി നല്ല വേഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതേ വേഗത കാലുകൾക്ക് കിട്ടണമെന്നില്ലല്ലോ. വേഗം ഓടിക്കോ.
fab in yummy chocolate and vanilla crème. ഇവന്മാര് ഭയങ്കര ബുദ്ധിമാന്മാരാ. ദേഹത്ത് മുഴുവൻ എണ്ണ തേച്ച് കഴിഞ്ഞാലേ പിന്നെ അവന്മാരെ പിടിക്കാനേ പറ്റില്ല. പക്ഷെ എന്നോടാ അവന്മാരുടെ കളി. ഇന്ന് അവന്മാരെ പിടിച്ചിട്ട് തന്നെ കാര്യം. സംശയണ്ടോ? കൂട്ടുകാരെ, ഇവരുടെ ദേഹത്ത് നിന്ന് ആദ്യമായി എണ്ണ മാറ്റണം. വന്നേ, നമുക്ക് ഈ വഴി പോകാം. നീ കണ്ടില്ലേ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ? എന്റെ പൊന്നളിയ, ഈ എണ്ണ കൊണ്ടുള്ള വിദ്യ ഉണ്ടല്ലോ, അത് കലക്കി. ചക്കരെ. അയ്യോ അളിയ, നമ്മുടെ എണ്ണ എല്ലാം പോയി. ഓ, നാ നമുക്ക് അവിടെ നിന്ന് വേറെ എണ്ണ കിട്ടും. ഇനി വായുവിൽ നീയൊക്കെ എങ്ങോട്ടോടാനാ? നിങ്ങൾ ഈ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അതെ, ഈ നിക്കറിന് ഈ കോട്ട് ഒട്ടും പാകവുന്നില്ല. എടാ, ഞാൻ അവരുടെ മോഷണത്തെ കുറിച്ച് പറഞ്ഞതാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഏതൊരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നേ. ഇവന്മാര് വഴുതി പോകുന്നത് എണ്ണ തേച്ചിട്ടാണെങ്കിൽ നമുക്ക് അവരുടെ ബോഡി ആന്റി സ്ലിപ്പറിയാക്കാം. എന്നാ ശരി, ഞാൻ ആന്റി ഇപ്പൊ തന്നെ ഫോണിൽ വിളിക്കാം. ഇട കഴുതേ, ആന്റി അല്ല, ആന്റി സ്ലിപ്പറി, ആന്റി സ്ലിപ്പറി. ഹലോ ആന്റി, ആന്റി വരണ്ട, ഞങ്ങൾ ആന്റി സ്ലിപ്പറിയാ ഉണ്ടാക്കുന്നത്. ബന്നി, നമ്മൾ ആന്റി സ്ലിപ്പറി ആയതുകൊണ്ട് അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. ആ അതെ, അവന്മാർ അതും കടന്ന് പൊക്കളയും. വേറെ എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്ക കൊച്ചളിയ, വേഗം ആവട്ടെ. ഐഡിയ എല്ലാരും കേട്ടോ? ഇന്നെന്റെ കയ്യിൽ സോഡ നാരങ്ങയുണ്ട്, ജ്യൂസ് ഉണ്ട്, ഷേക്ക് ഉണ്ട്. നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോടെ? പറ. അളിയ, അത് തുറക്കാൻ എന്റെ ഈ ഓപ്പണർ ഉണ്ടല്ലോ. നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോ, അവൻ വീണ്ടും ജയിച്ചു. സ്മാർട്ട് ബോയ്, നിങ്ങളെ എന്തായാലും ഞങ്ങളിത് പഞ്ഞിക്കിടും. നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അയ്യോ, എന്തായി ചെയ്യുന്നേ? വേണ്ട വേണ്ട വേണ്ട. ഇവര് നമ്മളെ പാല് കൊണ്ട് അഭിഷേകം ചെയ്യുകയാണല്ലോ. ഇത് പാലല്ല, പശയാണ്. ഒരുപാടങ്ങ് സ്ലിപ്പായതല്ലേ, ഇനി കുറച്ച് ഫ്ലിപ്പ് ആവാം. സംശയണ്ടോ? അയ്യോ, ഓടിക്കോ ഓടിക്കോ ഓടിക്കോടാ. ഞാൻ പറഞ്ഞത് കേട്ടില്ല, ഓടിക്കോ. എനിക്ക് വീട്ടിൽ പോയി ന്യൂസ് കാണണം. ഇവന്മാരെ തല്ലി കൊല്ലണം. ആടി കൈ. ഇന്നെന്റെ കയ്യിൽ കൈയുണ്ട്, കാലുണ്ട്, വയറുണ്ട്. നിന്റെ കയ്യിൽ എന്താടാ ഉള്ളത്? എന്റെ അളിയ, എന്റെ കയ്യിൽ സംസാരിക്കാൻ വായില്ലേ? ഈ വാ കൊണ്ട് നമുക്ക് മാപ്പ് ചോദിക്കാന്നേ. മാപ്പ് തരണേ. നമ്മളപ്പോൾ സ്മാർട്ട് ബോയ്സേ അല്ല, മാപ്പ് തരണേ. ഇനിയും നാട്ടുകാരുടെ കയ്യിൽ നിന്നല്ല, എന്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്താലും ഞാൻ ചോദിച്ചിട്ടേ എടുക്കൂ. ദൈവത്തെ ഓർത്ത് ക്ഷമിക്കണേ, ഞങ്ങളോട് ക്ഷമിക്കണേ. നിങ്ങൾ
നിങ്ങളുടെ ദേഹത്ത് ഇപ്പൊ ഒരുപാട് എണ്ണ ഇട്ടില്ലേ? നിങ്ങളെ കൊണ്ടുപോയി ജയിലിലിട്ടിട്ട് അവിടെ വെച്ച് ഓയിൽ മസാജ് ചെയ്തു തരാം. ഒരു ചോദ്യം ചോദിക്കട്ടെ? എന്തായാലും വേണ്ടെന്ന് പറഞ്ഞാലും നീ ചോദിക്കും. ഈ ചോദിച്ചോടാ. 2 കള്ളന്മാരുടെ പേരെന്തായിരുന്നു? അതെന്താണെന്ന് അറിയില്ല. അതിനറിയില്ല, വണ്ടിയിലായിരുന്നില്ലേ? അറിയാമാണെങ്കിൽ സമൂസ മേടിക്കാനും പോയി. എന്റെ പിള്ളേരെ നിങ്ങളെ സമ്മതിക്കണം.